ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണല്ലേ എമ്പുരാൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 27-ാം തീയതിയാണ് ഇറങ്ങുന്നതെന്ന് എല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പം ഞാനും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് തന്നെയാണ്. കുറേ നാളത്തെ എല്ലാവരെയും കാത്തിരിപ്പ് തന്നെയാണ് ആ ഫിലിം എന്ന് പറയുന്നത്. അതിൻ്റെ ട്രെയിലർ 2 ദിവസം മുന്നേ 12 മണിക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്രെയിലറും കാര്യങ്ങളൊന്നും. പിറ്റേ ദിവസമാണ് കണ്ടത്. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രെയിംസും ക്യാമറയും ഫുൾ സെറ്റിങ്സും അടിപൊളിയാണ്. ലൂസിഫറിനെക്കാട്ടും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഫ്രെയിംസ് ഒരു രക്ഷയില്ല, അന്യായം തന്നെയാണ് പറയുകയാണെങ്കിൽ തന്നെ. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ കൂരിത്തരിക്കുന്ന പോലെയാണ് ശരിക്കും കണ്ടു കഴിഞ്ഞ് ഇതാകുമ്പോൾ. വല്ലാത്തൊരു ഫീലായിരുന്നു. ഞാൻ 1-2 തവണ കണ്ടു. പിന്നെ ഇതിലത്തെ ലാസ്റ്റ് ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ ഫുള്ള് സ്പീഡിലാണ് ഓരോ ഫ്രെയിംസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പം തന്നെ നമുക്ക് ഫുൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ആകാംക്ഷ ഉള്ളിലുണ്ട്. അതുപോലെ ലാസ്റ്റ് ലാലേട്ടൻ്റെ ഒരു സീക്വൻസ് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊരു രക്ഷയില്ല, ഐക്കോണിക് സാധനം തന്നെയാണത്. എനിക്കൊരു സിംഹം ഇങ്ങനെ ഫ്രെയിമിലേക്ക് വരുന്ന പോലെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ സിംഹക്കുട്ടി പോലെ തന്നെ പൃഥ്വിരാജും അതിൽ ഫ്രെയിമിൽ വരുന്നത്. അതെല്ലാം അടിപൊളിയാണത്. കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടാണ്. അതുപോലെ മാർച്ച് 21-ന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും 1 അവറിനുള്ളിൽ തന്നെ അത്യാവശ്യം ലാക്സ് കടന്നു ടിക്കറ്റ്സ് ബുക്കിങ്. അത് തന്നെ എല്ലാത്തിനും കടത്തി വെട്ടിക്കൊണ്ടാണ് വന്നത്. ലിയോനായാലും പുഷ്പേനായാലും ഒക്കത്തിനും തൂക്കി എറിഞ്ഞിട്ടാണ് നമ്മൾ എമ്പുരാൻ ഇറങ്ങിയത്. ഇതുവരെയുള്ള നമ്മൾ പാൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഫിലിംസിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് നമ്മൾ എമ്പുരാൻ വന്നിറങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന ടിക്കറ്റ്സുകൾ കീഴടക്കിയത് തന്നെയാണ്. അതുപോലെ 8 അവേഴ്സിനുള്ളിൽ 8.40 CR ടിക്കറ്റുകൾ ബുക്കായിരിക്കുന്നത്. അപ്പം അത് തന്നെ ആലോചിച്ചാൽ നമുക്കറിയാം എന്തുമാത്രം എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണെന്നുള്ളത്. 27-ാം തീയതി ആവാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലേ. ഞാനും അതുപോലെ കാത്തിരിക്കുകയാണ്. പക്ഷേ ടിക്കറ്റ്സും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. 27-ാം എന്തായാലും കാണാൻ പോവില്ല, ഒടുക്കത്തെ തിരക്കായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കായിട്ടായിരിക്കും എന്തായാലും കാണാൻ പോവാം. സത്യം പറഞ്ഞാൽ എമ്പുരാൻ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.